വഴക്ക് തീർക്കാൻ ഇടപെടാറുള്ള ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഭാര്യയുമായിട്ട് അടുപ്പത്തിലായി. ഒരു കൗൺസിലിങ്ങിന് വന്നപ്പം ഭർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയായിരുന്നു. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ തീർക്കാൻ വരാറുള്ളത് ഈ ഭർത്താവിൻ്റെ തന്നെ കൂട്ടുകാരനായ മറ്റൊരാളായിരുന്നു. ഈ കൂട്ടുകാരന് ആ വീട്ടിൽ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇവരുമായിട്ടുള്ള ഇടപഴകലിനും മറ്റുള്ളതിനൊക്കെ കൃത്യമായി സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ സ്വന്തം കോണ്ടാക്റ്റിലുള്ള കൂട്ടുകാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് എൻട്രി കൊടുക്കും നമ്മുടെ ഫാമിലി ലൈഫിലേക്ക്. എല്ലാത്തിലും കയറി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇതേപോലെ തന്നെ മറ്റൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, കേസ് ഹിസ്റ്ററി. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ദിവസേന വരാറുള്ള ഭർത്താവിൻ്റെ കൂട്ടുകാരനുമായിട്ട് ഭാര്യ അടുപ്പത്തിലായി. അങ്ങനെ അവരുടെ കുടുംബ ബന്ധം തകരാൻ അത് കാരണമായി. ഏതൊരാളെയാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങളൊരു ബൗണ്ടറി നിശ്ചയിക്കേണ്ടതുണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ആരെയും കടത്തിവിടരുത്. ആ ബൗണ്ടറി നിങ്ങൾക്കുള്ളിലുള്ളതാണ്. നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് തീർക്കാൻ അവരെ ഇടപെടുത്തുക, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക. ആരെങ്കിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നത്തെയും കയറി പരിഹരിക്കാൻ ഇടപെടുത്തിയാൽ നിങ്ങൾക്കുള്ളിലെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്നീട് നിങ്ങളുടെ ഇണകളോട് പെരുമാറി തുടങ്ങും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുക.